2024 പുറത്തിറങ്ങിയ പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ ചലച്ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. SI ആനന്ദ് നാരായണൻ അന്വേഷിക്കുന്ന ബന്ധമില്ലാത്ത 2 കൊലക്കേസുകളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. കേസുകൾ ഒത്തുതീർപ്പായിട്ടും കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹം എത്തിച്ചേരുന്നത്. തുടർന്ന് നടക്കുന്ന സംഭവവികാസങ്ങളാണ് സിനിമ പറയുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോട്ടയം ജില്ലാ പോലീസ് ഓഫീസ് എന്നെഴുതിയ ബോർഡ് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. മഴയത്ത് ഓട്ടോയിൽ വരുന്ന ടൊവിനോ തോമസിന്റെ കഥാപാത്രമായ ആനന്ദ് നാരായണൻ സ്റ്റേഷനിലേക്ക് ഓടിക്കയറുന്നു. സസ്പെൻഷനിലായിരുന്ന ആനന്ദ് പുതിയ പോസ്റ്റിംഗിനായി സിദ്ദിഖ് അവതരിപ്പിക്കുന്ന SPയെ കാണാനായിട്ട് വന്നതാണ്. അവിടെ വെച്ച് പ്രശാന്ത് എന്ന പോലീസുകാരൻ 2ാം ഘട്ട നിയമനത്തിന് ആദ്യം എന്റെ വക സല്യൂട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. ചോലയിൽ ആനന്ദ് കുളിക്കുന്ന ഒരു ദൃശ്യത്തിലേക്കാണ് സീൻ പിന്നെ മാറുന്നത്. ഒരു സ്റ്റേഷനിൽ ആനന്ദ് ചാർജ് എടുക്കുന്ന ദൃശ്യങ്ങൾ ആ പാട്ടിന്റെയും ടൈറ്റിലിന്റെയും അകമ്പടിയോടെ കാണിക്കുന്നു. നാട്ടകത്ത് ഗവൺമെന്റ് കോളേജിൽ 3ാം വർഷ BAക്ക് പഠിക്കുന്ന ലൗലി മിസ്സിംഗ് ആയതിനെക്കുറിച്ചുള്ള അച്ഛന്റെ പരാതിയാണ് ആദ്യം ആനന്ദിന്റെ മുന്നിലെത്തുന്ന കേസ്. പെട്ടിക്കട നടത്തുന്ന കുഞ്ഞപ്പൻ ചേട്ടൻ അവൾ ബസ്സിറങ്ങി നടന്നു വരുന്നത് കണ്ടിരുന്നതായി പോലീസുകാരോട് പറയുന്നുണ്ട്. അവിടെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന 2 കുട്ടികൾ അവളെ പിന്തുടരുന്നതായും അദ്ദേഹം പോലീസിനോട് പറയുന്നുണ്ട്. അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ആനന്ദ് അവന്മാരെ പൊക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനിടെ അവളെ ഫോളോ ചെയ്തിരുന്നതായും അവളെ കയറി പിടിച്ചിരുന്നതായും എന്നാൽ ബേബി എന്നൊരു മീൻകാരൻ അവരെ കണ്ടതുകൊണ്ട് തന്നെ അവളെ ഉപദ്രവിക്കാതെ വിട്ടു എന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. തുടർന്ന് ആനന്ദ് ലൗലിയുടെ വീട്ടിലെത്തി പരിശോധിക്കുന്നു. നാട്ടിലുള്ള കാടും കുളങ്ങളും എല്ലാം തിരയുന്നതാണ് അടുത്ത സീൻ. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ആശ്രമത്തിലെ തോമസ് എന്ന് പറയുന്ന ഒരു അച്ഛനോട് ലൗലി നല്ല കൂട്ടായിരുന്നു. ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അച്ഛനെ കാണാൻ പോകണമെന്ന് ലൗലി പറഞ്ഞിരുന്നതായും അവളുടെ അനിയത്തി പോലീസിനോട് പറയുന്നു. ശേഷം അച്ഛനെ കാണാനുള്ള ആനന്ദിന്റെ ശ്രമങ്ങളെല്ലാം നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തടയുന്നു. സെർച്ചിങ്ങിനിടെ കൈതയിൽ ചാണ്ടി എന്ന് പറയുന്ന ആളിന്റെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ പൊട്ടക്കിണറ്റിൽ നിന്നും ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ ബൈക്കിലെത്തി ആനന്ദിനോട് പറയുന്നു. ആനന്ദ് വന്ന് നോക്കുമ്പോൾ അത് ലൗലിയുടെ മൃതദേഹമായിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ സഭയായ കൊറിലോസ് പക്ഷവും ആശ്രമത്തിന്റെ സഭയായ പക്വമീസ് പക്ഷവും തമ്മിൽ ഈ വിഷയം വെച്ച് സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതായി കോട്ടയം നസീർ അവതരിപ്പിക്കുന്ന DYSP അലക്സ് സഹപ്രവർത്തകനോട് പറയുന്നു. ആശ്രമത്തിൽ പോലീസ് കയറിയാലുള്ള സംഘർഷം മധ്യ തിരുവിതാംകൂറിനെ മൊത്തത്തിൽ കത്തിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് മന്ത്രിസഭയെ തന്നെ വീഴ്ത്താനും ഇടയാക്കും. ആശ്രമത്തിലെ തോമസ് അച്ഛനെ ചോദ്യം ചെയ്താൽ അത് അന്വേഷണത്തെ സഹായിക്കുമെന്ന് ആനന്ദ് അലക്സിനോട് പറഞ്ഞു നോക്കും. പക്ഷേ അയാൾ അത് നിരുപാധികം തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, ഈ അന്വേഷണത്തിൽ താൻ ഇടപെടാൻ വരണ്ട എന്നും യൂണിഫോമിനുള്ളിൽ കിടന്ന് നിന്നെ അനുഭവിപ്പിക്കും എന്നുമൊക്കെ അലക്സ് ആനന്ദിനോട് പറയുന്നുണ്ട്. പോലീസ് നായയെ വെച്ച് നടത്തുന്ന അന്വേഷണത്തിലൊന്നും ആനന്ദിന്റെ അഭിപ്രായങ്ങൾ അലക്സും മറ്റ് സഹപ്രവർത്തകരും സ്വീകരിക്കുന്നില്ല. മൃതദേഹത്തിന്റെ കൈകെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ലുങ്കിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നതിനിടെ സഹദേവൻ എന്നൊരു മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. ഈ അത്യാഹിതം നടന്ന ദിവസം ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറായ സിറാജ് ലൗലിയെ കണ്ടിരുന്നു. ഈ വിവരങ്ങൾ ലൗലിയുടെ അച്ഛനും സിറാജും കൂടി ആനന്ദിന്റെ ക്വാർട്ടേഴ്സിൽ വന്ന് പറയുന്നുണ്ട്. അതോടുകൂടി ഏതായാലും അൺഒഫീഷ്യലായി ആനന്ദ് ആ കേസ് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. തുടർന്ന് ആനന്ദിന്റെ നേതൃത്വത്തിൽ കൃത്രിമമായി ഒരു മോഷണ ശ്രമം ആശ്രമത്തിൽ നടത്തി അവിടെ കയറാനുള്ള വഴിയൊരുക്കുന്നു. തുടർന്ന് നടന്ന തെളിവെടുപ്പിൽ താൻ കണ്ടെത്തിയ സത്യങ്ങൾ ആനന്ദ് തന്റെ സുപ്പീരിയർ ഓഫീസറായ SPയെ അറിയിക്കുന്നു. ലൗലി കൊല്ലപ്പെട്ടത് ആശ്രമത്തിൽ വെച്ച് തന്നെയാണ് എന്ന് വിരലടയാളങ്ങളുടെയും മറ്റ് സ്കിൻ ടിഷ്യൂസിന്റെയും പരിശോധനയിലൂടെ കണ്ടെത്തുന്നു. ലൗലിയുടെ ഹെയർ സാമ്പിൾ പൊന്തക്കാട്ടിൽ നിന്ന് കിട്ടിയ ഹെയർ സാമ്പിളിനോട് യോജിക്കുന്നതായിരുന്നില്ല. കളറടിച്ച അതേ ഹെയർ സാമ്പിളുകൾ ലൗലിയുടെ വീട്ടിൽ നിന്നും അന്വേഷക സംഘം കണ്ടെത്തുന്നു. അവിടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. തോമസ് അച്ഛന്റെ പെങ്ങളുടെ മകൻ ഡാനിയൽ എന്ന് വിളിപ്പേരുള്ള TK നഥാനിയൽ ജോൺസന്റെ കാമുകിയായിരുന്നു ലൗലിയുടെ മൂത്ത സഹോദരിയായ ബ്ലസ്സി. ഡാനിയൽ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ഒരു ദിവസം തനിച്ചായ സമയത്ത് ബ്ലസ്സി അവിടെ എത്തുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് ലൗലിയും ആശ്രമത്തിലേക്ക് എത്തുന്നു. ഇവരുടെ ബന്ധത്തെപ്പറ്റി നേരത്തെ അവൾക്ക് സംശയമുണ്ടായിരുന്നു. അത് ഉറപ്പിക്കാനാണ് ലൗലി അപ്പോൾ ആശ്രമത്തിലേക്ക് എത്തിയത്. ലൗലി അത് പുറത്തറിയിക്കും എന്ന് പറഞ്ഞപ്പോഴുണ്ടായ പിടിവലിയിലാണ് ലൗലി മരിക്കുന്നത്. ലൗലിയുടെ മരണശേഷം ബ്ലസ്സി വീട്ടിലേക്ക് എത്തുകയും അച്ഛനമ്മമാരോട്
അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ സന്ധ്യാസമയമായിട്ടും മകളെ കാണാഞ്ഞതുകൊണ്ട് ലൗലിയെ അന്വേഷിച്ച് അച്ഛൻ ഇറങ്ങുന്നു. ആ സമയത്ത് ബ്ലസ്സി നേരെ വീട്ടിൽ നിന്നിറങ്ങി ആശ്രമത്തിലേക്ക് എത്തുകയും ശേഷം സമീപത്തുള്ള സഹദേവന്റെ വീടിന്റെ അയയിൽ കിടന്നിരുന്ന ലുങ്കിയെടുത്ത് അവളും ഡാനിയലും കൂടി ലൗലിയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞു കെട്ടുന്നു. ലൗലിയുടെ മൃതദേഹം വലിച്ച് അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നേരമേറെയായി നീ വീട്ടിൽ പോകൂ എന്ന് ബ്ലസ്സിയോട് പറഞ്ഞതിനു ശേഷം ഡാനിയലാണ് മൃതദേഹം പൊട്ടക്കിണറ്റിൽ തള്ളുന്നത്. പ്രതി തോമസ് അച്ഛന്റെ ബന്ധുവായതുകൊണ്ട് തന്നെ ഇനിയുള്ള മൂമെന്റ്സ് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ ആനന്ദ് കസ്റ്റഡിയിലെടുക്കുന്നു. പിറ്റേ ദിവസം ആനന്ദ് പ്രതിയെയും കൂട്ടി കോടതിയിലേക്ക് പോകും. കോടതിയിൽ നിന്നും അയാൾ വളരെ അവിചാരിതമായി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പോലീസ് പിന്നാലെ ഓടുന്നതിനിടയിൽ പ്രതി ട്രെയിൻ തട്ടി മരിക്കുന്നു. അതാണ് ആനന്ദിന്റെയും സംഘത്തിന്റെയും സസ്പെൻഷന് കാരണമാകുന്ന സംഭവം. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം SP-യുടെ മുന്നിൽ തുടർന്ന പോസ്റ്റിംഗിന് വേണ്ടി നിൽക്കുന്ന ആനന്ദിനെയാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആനന്ദിനെ സ്റ്റേഷൻ ഡ്യൂട്ടിക്കായി നിർത്തിക്കഴിഞ്ഞാൽ അത് മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ SP കോട്ടയത്തിന്റെ അതിർത്തി ഗ്രാമമായ ചെറുവള്ളിയിൽ 6 വർഷം മുൻപ് നടന്ന ശ്രീദേവി കൊലക്കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് SP അതിന്റെ ഫയല് ആനന്ദിന് കൈമാറുന്നു. അന്ന് ആനന്ദിന്റെ കൂടെ ടീമിലുണ്ടായിരുന്ന പോലീസുകാരും സസ്പെൻഷനിലായിരുന്നു. അവരെയും കൂടെ കൂട്ടി ഒരു ടീം സെറ്റ് ചെയ്യാനാണ് SP ആനന്ദിനോട് നിർദ്ദേശിക്കുന്നത്. അതനുസരിച്ച് അവർ 4 പേരും ചെറുവള്ളി ഗ്രാമത്തിലേക്ക് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തുന്നു. ആ നാടിന്റെ പഞ്ചായത്ത് മെമ്പർ PV പൗലോയെ അവതരിപ്പിച്ചിരിക്കുന്നത് ബാബുരാജാണ്. ശ്രീദേവി കൊലപാതകം നടന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്ന എല്ലാ സംഘങ്ങളും നാട്ടുകാർക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്വേഷണ സംഘം ഇനിയും നാട്ടുകാരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ അവരൊരു യോഗം കൂടുന്നു. ആ യോഗം നടക്കുന്നതിനിടയിലാണ് നമ്മുടെ പോലീസ് സംഘം ചെറുവള്ളിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അന്വേഷണത്തിന്റെ പേരിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അദ്ദേഹം കവലയിൽ വെച്ച് പ്രസംഗിക്കുന്നുണ്ട്. സാദിഖ് അവതരിപ്പിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രൻ നായരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളുടെ പശ്ചാത്തലം അന്വേഷണ സംഘം തിരക്കുന്നു. രവീന്ദ്രൻ നായരുടെ വടക്കേ വീട്ടിലാണ് ഇവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. താമസ സ്ഥലത്തേക്കുള്ള യാത്രയിൽ നാട്ടുകാരുമായി ചെറിയൊരു സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ശ്രീദേവി കൊലക്കേസ് എന്നേക്കും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നും നാട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ ആനന്ദ് നാട്ടുകാരോട് പറയുന്നത് കൊണ്ട് തന്നെ അവരൊന്ന് തണുക്കുന്നു. തുടർന്ന് ശ്രീദേവിയുടെ കഥ പറയുന്ന രവീന്ദ്രൻ നായരിലേക്ക് സീൻ കട്ടാകും. നാട്ടിലെ ഏക തുന്നൽക്കാരിയായിരുന്ന രേവമ്മയുടെ മകളായിരുന്നു കൊല്ലപ്പെട്ട ശ്രീദേവി. കുറിക്കമ്പനിക്കാരൻ ജോർജ് രേവമ്മയെ പറ്റിച്ച് മുങ്ങിയതിനു ശേഷം മുറച്ചെറുക്കനായ പൊടിയനായിരുന്നു എല്ലാം അറിഞ്ഞ് അവളെ കല്യാണം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലൊന്നും പൊടിയൻ രേവമ്മ ദമ്പതികൾക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് തുടരെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അയാളെ നാട്ടുകാർ ചേർന്ന് ആ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. ശ്രീദേവി മരിച്ചപ്പോൾ രേവമ്മയുടെ സംശയവും പൊടിയനെ തന്നെയായിരുന്നു. അത്യാവശ്യം കാണാൻ സുന്ദരിയായിരുന്നതുകൊണ്ട് തന്നെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ശ്രീദേവിയെ സ്വാധീനിക്കാനായി ശ്രമിച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു സുധാകരൻ മുതലാളിയുടെ ഷാപ്പിലെ എടുത്തുകൊടുപ്പുകാരനായിരുന്ന സേതു. എന്നാൽ സേതുവിനെയോ മറ്റ് നാട്ടിലെ ഒരു ചെറുപ്പക്കാരെയോ തന്നെ ശ്രീദേവി പരിഗണിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നെ സ്നേഹിക്കുന്ന ആളോടൊപ്പം ഞാൻ പോവുകയാണ് എന്ന് കത്തെഴുതി വെച്ച് ശ്രീദേവി അപ്രത്യക്ഷയാവുന്നു. പിറ്റേന്ന് രാവിലെയായിരുന്നു നാടിനെ ഉലച്ച ശ്രീദേവിയുടെ ദുർമരണം. റബ്ബർ തോട്ടത്തിൽ മരിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു ശ്രീദേവിയുടെ മൃതദേഹം. മരിക്കുമ്പോൾ ശ്രീദേവി 3 മാസം ഗർഭിണിയായിരുന്നു എന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്നു. ശ്രീദേവിയുടെ അജ്ഞാത കാമുകനെ കണ്ടെത്താനായിരുന്നു ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് ആദ്യം ശ്രമിച്ചത്. അത് സാധിക്കാതെ വന്നപ്പോൾ ബോഡി ആദ്യം കണ്ട ഗോവിന്ദനോട് പിറ്റേന്ന് ഹാജരാകണമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം നിർദ്ദേശിക്കുന്നു. പക്ഷേ ആ രാത്രിയിൽ ഗോവിന്ദൻ തൂങ്ങി മരിച്ചു. അതോടെ ജനമിളകുന്നു. പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് കേസ് അന്വേഷിക്കുന്നു. ശ്രീദേവിയുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട എല്ലാ പുരുഷന്മാരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ഇന്ദ്രൻസിന്റെ കഥാപാത്രമായ കൃഷ്ണനുണ്ണി എന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം. ശേഷം അന്വേഷണം ചെന്നെത്തുന്നത് ശ്രീദേവി മരിച്ചുകിടന്ന റബ്ബർ തോട്ടത്തിന്റെ മുതലാളിയായ പറങ്ങോടനിലായിരുന്നു. അയാളെ ഒരു ഫെർട്ടിലിറ്റി ടെസ്റ്റിന് വിധേയനാക്കിയപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഒരു കുട്ടിയുടെ അച്ഛനാകാനുള്ള കഴിവ് അയാൾക്കില്ല എന്ന് തെളിയുന്നു. അതോടെ അയാൾ നിരപരാധിയാണെന്നുള്ള കാര്യവും വ്യക്തമാകും. പെരുന്നയിലെ ഇരട്ട കൊലപാതക കേസ് കൃഷ്ണനുണ്ണിയെ ഏൽപ്പിച്ചതോടുകൂടി ശ്രീദേവി കൊലപാതക കേസ് അന്വേഷണം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ശ്രീദേവി കൊലപാതക കേസ് എങ്ങും എത്താതെ പോയത്. എന്നാൽ ഇപ്പോൾ ആനന്ദിന്റെ തലയിലേക്ക് ഈ കേസ് വന്നതുകൊണ്ട് തന്നെ 5 ദിവസത്തിനുള്ളിൽ കേസിനെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ കേസുമായി മുന്നോട്ടു പോകാമെന്നും അല്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിക്കാമെന്നും ആനന്ദ് സംഘത്തിലുള്ളവർ
മറ്റുള്ളവരോട് പറയുന്നു. അവർ ശ്രീദേവിയുടെ വീട്ടിലെത്തി രേവമ്മയോട് സംസാരിക്കുകയും ശ്രീദേവി വായിച്ചിരുന്ന വാരികകൾ അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വാരികകൾക്കിടയിൽ നിന്നും കിട്ടിയ ഒരു അഡ്രസ് പിന്തുടർന്ന് ശ്രീദേവിയുടെ ഒരു കൂട്ടുകാരിയുമായി അന്വേഷണ സംഘം സംസാരിക്കുന്നു. കൂട്ടുകാരിക്ക് എഴുതിയ ഒരു കത്തിൽ ഹിന്ദി പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചത് കൂട്ടുകാരി അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. മുൻ അന്വേഷണ സംഘത്തലവനായ കൃഷ്ണനുണ്ണിയെ ആനന്ദ് ഇതിനുശേഷം പോയി കാണുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ശ്രീദേവിയുടെ കാമുകൻ എന്ന ചില സൂചനകൾ തനിക്ക് കിട്ടിയിരുന്നുവെന്നും അതന്വേഷിക്കാൻ വേണ്ടി പോസ്റ്റ്മാനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാൾക്ക് ഒരു അപകടം പറ്റി കോമ സ്റ്റേജിലായിരുന്നുവെന്നും ഇപ്പോൾ ആ ഘട്ടം തരണം ചെയ്തു കാണും, നിങ്ങൾ പോസ്റ്റ്മാനെ ഒന്ന് കണ്ടു നോക്കാനും കൃഷ്ണനുണ്ണി ആനന്ദിനോട് ഉപദേശിക്കുന്നു. വാരികയുടെ ഇടയിൽ നിന്നും ലഭിച്ച കത്തുമായി ശ്രീദേവിയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ അത് താൻ അയച്ച കത്തല്ല എന്നും അതിൽ എന്റെ കൈശ്രമല്ല ഉള്ളതെന്നും കൂട്ടുകാരി ആനന്ദിനോട് പറയുന്നു. അതോടെ ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ നിന്നും പുറത്തുപോയി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരുടെയെല്ലാം ലിസ്റ്റ് കണ്ടുപിടിക്കാൻ ആനന്ദ് തീരുമാനിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പൗലോയെ പോയി കാണുമ്പോൾ ഒരു കാരണവശാലും അയാൾ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ രാത്രി വീട്ടിൽ കയറി ആനന്ദ് ആ ഫയല് ശേഖരിക്കുന്നു. ശേഷം പഞ്ചായത്തിലെ എല്ലാവരുടെയും വിവരങ്ങൾ അടങ്ങുന്ന ആ ഫയലിൽ നിന്നും ഹരിയാനയിലെ ഗുർഗാവിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിഷ്ണു എന്ന പേരുള്ള ഒരാളുടെ വിശദാംശങ്ങൾ അവർക്ക് കിട്ടുന്നു. എന്നാൽ നിലവിൽ അയാൾ ഇപ്പോൾ ദുബായിലാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസം നാട്ടിൽ പടയണി നടക്കുന്ന സമയം വിഷ്ണു നാട്ടിൽ വരാറുണ്ടായിരുന്നു. മെയ് മാസം ശ്രീദേവി മരിക്കുമ്പോൾ 3 മാസം ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വിഷ്ണു പ്രതിയാകാൻ സാധ്യതയുണ്ട് എന്ന് ആനന്ദ് മനസ്സിലാക്കും. അപകടം പറ്റിയതിനു ശേഷം വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അപകടം പറ്റിയ സമയത്ത് ഒരു കറുത്ത അംബാസഡർ കാറായിരുന്നു ചന്ദ്രനെ തട്ടിയതെന്ന് അയാളുടെ ഒരു ബന്ധു ആനന്ദിനെ അറിയിക്കും. കേസ് ക്ലോസ് ചെയ്യുകയാണ് എന്നറിയിച്ച് പഴയ സാക്ഷികളെ എല്ലാവരെയും പിറ്റേന്ന് രാവിലെ 9 മണിക്ക് മൊഴി രേഖപ്പെടുത്തുന്നതിനായി എത്തണമെന്ന് ആനന്ദ് നിർദ്ദേശിക്കുന്നു. കറുത്ത അംബാസഡർ കാറിലാണ് ഷമ്മി തിലകൻ കഥാപാത്രമാകുന്ന സദാശിവൻ ആശാൻ എത്തുന്നത്, അതായത് നമ്മുടെ വിഷ്ണുവിന്റെ അച്ഛൻ. അയാളെ ഒരു ടേപ്പ് റെക്കോർഡിംഗ് ആനന്ദ് കേൾപ്പിക്കുന്നു. താനും ശ്രീദേവിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും ഒരു ജോലി കിട്ടുന്നതുവരെ ഇഷ്ടം രഹസ്യമാക്കി വെക്കണം എന്നും മറ്റുമൊക്കെ പറയുന്ന ഒരു പുരുഷ ശബ്ദമായിരുന്നു ആ റെക്കോർഡിംഗിൽ ഉള്ളത്. ജോലിക്ക് പോയതിനു ശേഷം ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷം ചെറുവള്ളിക്കാവിലെ ഉത്സവത്തിന് നാട്ടിലെത്തിയപ്പോഴായിരുന്നു ശ്രീദേവിയും കാമുകനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടത്. കൂട്ടുകാരന്റെ നിർദ്ദേശമനുസരിച്ച് അവളെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി മെയ് 20 അയാൾ നാട്ടിലെത്താമെന്ന് കത്തിലൂടെ ശ്രീദേവിയെ അറിയിച്ചിരുന്നു. ഇറങ്ങി വരണമെന്ന് അവളെ നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് തന്നെ ശ്രീദേവിയും അന്നേ ദിവസം കാമുകന്റെ അടുത്തേക്ക് വീട്ടിൽ നിന്നും കത്തെഴുതി വെച്ച ശേഷം ഇറങ്ങുന്നുണ്ട്. പക്ഷേ കാറുമായി രാത്രി മുഴുവൻ കാത്തുനിന്നെങ്കിലും അവൾ ഇറങ്ങി വന്നില്ല. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതോടെ കൂട്ടുകാരനെ വിട്ട് അന്വേഷിക്കാൻ കാമുകൻ തീരുമാനിക്കുന്നു. എന്നാൽ അന്വേഷിച്ചു വന്ന കൂട്ടുകാരൻ അറിയിക്കുന്നതാകട്ടെ ശ്രീദേവി മരണപ്പെട്ടു എന്ന വാർത്തയാണ്. ശേഷം നാട്ടിൽ നിന്നാൽ കേസിൽപ്പെടുമെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ കൂട്ടുകാരനും കാമുകനും കൂടി നാടുവിടുന്നു. ഇത്രയും വിശദാംശങ്ങളായിരുന്നു റെക്കോർഡിംഗിലെ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. ഈ വോയിസ് ആശാനെ കേൾപ്പിച്ചതിനു ശേഷം തന്നെക്കാൾ ജാതിയിലും സാമ്പത്തികത്തിലും കുറവുള്ള ഒരു പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സില്ലാതിരുന്ന ഒരച്ഛൻ ചെയ്ത ദുരഭിമാന കൊലയാണ് ശ്രീദേവി കൊലപാതകമെന്ന് ആനന്ദ് പറയുന്നു. ആശാന്റെ വെപ്രാളം കണ്ട് ആശാൻ എന്തിനാ വെപ്രാളപ്പെടുന്നത്, വൈകുന്നേരം നാടകാവതരണമുള്ളതല്ലേ എന്ന് ആനന്ദ് ചോദിച്ചിട്ട് ആശാനെ അവിടെ നിന്നും പോകാൻ അനുവദിക്കുന്നു. അയാളെ അങ്ങനെ അങ്ങ് വിടുകയാണോ എന്ന സഹപ്രവർത്തകരുടെ ചോദ്യത്തിന് അറസ്റ്റ് ചെയ്യാൻ നമുക്ക് അധികാരമില്ലെന്നും പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മുകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നും ആനന്ദ് മറുപടി പറയുന്നു. എന്നാൽ കഥയിൽ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രൻ നായർ തൂങ്ങി മരിക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ കത്തിൽ നിന്ന് തന്റെ മകൻ സുദീപാണ് ശ്രീദേവിയുടെ കാമുകനെന്നും വിഷ്ണു അല്ല എന്നും അതെല്ലാം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. ആനന്ദും അത് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അത് തെളിയിക്കാൻ വേണ്ടി ആനന്ദ് നടത്തിയ നാടകമായിരുന്നു മൊഴിയെടുപ്പെന്നും പിന്നീടാണ് കാഴ്ചക്കാരന് ബോധ്യപ്പെടുന്നത്. വർഷങ്ങളായി തെളിയിക്കപ്പെടാതെ പോയ ശ്രീദേവി കൊലപാതക കേസും ആനന്ദ് വളരെ വിജയകരമായി തെളിയിക്കുന്നുണ്ടെങ്കിലും പ്രതിയെ നിയമത്തിനു മുന്നിൽ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആനന്ദിന്റെ ശ്രമം വിഫലമാകുന്നു. ആനന്ദിന്റെയും സംഘത്തിന്റെയും അന്വേഷണ മികവ് ലോകത്തിനു മുന്നിൽ കാണിക്കാൻ കഴിയുന്ന ഒരു കേസ് കിട്ടുന്നതിനു വേണ്ടി അവർ കാത്തിരിക്കുന്നതായി കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.